വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ 3 വ്യത്യാസങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ വയറിൽ കൃത്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, അതായത് ഇംപ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രഗ്നന്റ് ആയിട്ടുണ്ടാകുമെന്ന് ഒരു 70% വരെ നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള 3 ലക്ഷണങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാം. നമ്മുടെ ചാനലിൽ ടെലഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ ജോയിൻ ബട്ടൺ ഇനേബിൾ ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ടെലഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ചാനൽ കയറി നോക്കി യൂട്യൂബിൽ ഡിജോസ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്തതിന് ശേഷം ചാനലിന്റെ ഐക്കൺ വരും. അതിൽ സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടപ്പുറത്തായിട്ട് ജോയിൻ ബട്ടൺ, ഒരു സ്റ്റാർ പോലുള്ള ഒരു ബട്ടൺ ഇനേബിൾ ആക്കി ഇട്ടിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ടെലഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 159 രൂപയ്ക്കും 89 രൂപയ്ക്കും മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ടെലഗ്രാം അക്കൗണ്ടിന്റെ ബെനിഫിറ്റ്സ് കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോംപ്റ്റ് ആയിട്ടുള്ള റിപ്ലൈ, അതായത് കമന്റ്സ് ഇടുമ്പോൾ തന്നെ വാട്സാപ്പ് പോലെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുവാണല്ലോ, അപ്പോൾ പ്രോംപ്റ്റ് ആയിട്ടുള്ള റിപ്ലൈ ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റിപ്പോർട്ട്സോ വോയിസ് കോളോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനായിട്ടുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ ജനുവരി മുതൽ നമ്മളൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോൾ എക്സസൈസ് ചെയ്യുന്നില്ലെങ്കിൽ ഓവുലേഷൻ ടൈം ആണോ, ഇതൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് തന്നിട്ട് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു സപ്പോർട്ട് കൊടുക്കുക, എന്തെല്ലാം എക്സസൈസ് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരിക, എന്തെല്ലാം ഫുഡ് ഐറ്റംസ് ആഫ്റ്റർ ഓവുലേഷനും ബിഫോർ ഓവുലേഷനും എടുക്കണമെന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പറഞ്ഞു തരിക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ടെലഗ്രാം അക്കൗണ്ടിന്റെ മെമ്പർഷിപ്പ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം വീണ്ടും നിങ്ങൾ ചാനലിൽ കയറിയിട്ട് പോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് മെമ്പേഴ്സ് ഓൺലി ആയിട്ടുള്ള പോസ്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ നോക്കി നിങ്ങൾക്ക് അവൈലബിൾ ആക്കാവുന്നതാണ്. ഡയറക്റ്റ് ടെലഗ്രാം ലിങ്കിലോട്ട് നിങ്ങൾക്ക് വരാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. തുടക്കത്തിൽ തന്നെ പറയട്ടെ, യാതൊരു തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളും ഇല്ലാതെ, അതായത് നമ്മൾ പറയുന്ന സോക്കോൾഡ് ആയിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഞാൻ ഈ പറയുന്ന 3 ലക്ഷണങ്ങളാണെങ്കിൽ കൂടി തന്നെയും നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒട്ടും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല. എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പീരിയഡ്സ് ഡേറ്റിൽ നിങ്ങൾക്ക് ബ്ലീഡിങ് വരുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പീരിയഡ്സ് ഡേറ്റിൽ നിങ്ങൾക്ക് ലൈറ്റ് ആയിട്ടുള്ള ബ്ലീഡിംഗ് ആണ് വരുന്നതെങ്കിൽ, അതായത് പീരിയഡ്സിന് ഉണ്ടാവുന്നത് പോലെയുള്ള ബ്ലീഡിംഗ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് സാധ്യതയുള്ളതായിട്ട് നമുക്ക് ഊഹിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളെ പറ്റിയിട്ടുള്ള വീഡിയോസ് കേൾക്കുമ്പോൾ ആൻസൈറ്റിയോ സ്ട്രെസ്സോ കൂടുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ വീഡിയോ കേൾക്കേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് കാണുക, നിങ്ങളുടെ ശരീരത്തിന് ഒരു അഡീഷണൽ കെയർ കൊടുക്കുക. അഡീഷണൽ കെയർ കൊടുക്കേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാതിരിക്കുക. ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനേ പാടില്ല. കാരണം പലരുടെയും ബോഡി ഡിഫറെന്റ് ആണ്. അങ്ങനെ വരുമ്പോഴേക്കും ഓവുലേഷൻ കഴിഞ്ഞ് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പലർക്കും കോൺട്രാക്ഷൻസ് ഉണ്ടാകും. പെട്ടെന്ന് പീരിയഡ്സ് ഉണ്ടാകുന്നതിന് അത് കാരണമാകും. അപ്പൊ അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യുക. ഒരുപാട് കുമ്പിട്ട് നിവർന്ന് നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ലോവർ അബ്ഡമന് കൂടുതൽ പ്രഷർ കൊടുക്കുന്ന ജോലികൾ ചെയ്യാതിരിക്കുക. അതുപോലെ ധാരാളം വെള്ളം കുടിക്കുക. സ്ട്രെസ് ഇല്ലാതെ ഹാപ്പി ആയിട്ട് എന്താകും എന്ന് ആലോചിച്ച് വിഷമിക്കാതിരിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ശരീരത്തിന് കൊടുക്കാൻ കഴിയുന്ന അഡീഷണൽ കെയറുകൾ കേട്ടോ. അപ്പൊ നമുക്ക് ഈ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമുക്ക് വയറിൽ കുമ്പിടുമ്പോഴേക്കും ഒരു കനം പോലെ ഫീൽ ചെയ്യുന്നു. നമ്മൾ ഫ്രീ ആയിട്ട് കുമ്പിടുന്നവരായിരിക്കും എല്ലാവരും. നമുക്ക് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് ഇപ്പോൾ അലക്കാനേനോ ഊരണേനോ ഒക്കെ നമ്മൾ കുമ്പിടുന്നുണ്ടാകും. ഫ്രീ ആയിട്ട് നമ്മൾ കുമ്പിടുന്ന ഒരു പ്രകൃതമായിരിക്കും നമ്മുടെ. പക്ഷേ ഒരു ഇംപ്ലാന്റേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോവർ അബ്ഡമനിൽ അവിടെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടെ ഇംപ്ലാന്റേഷൻ നടന്നു, അതുപോലെ തന്നെ ആ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗ് വളരാനായിട്ട് തുടങ്ങുകയാണ്. ഇങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ഒരിക്കലും ഫ്രീ ആയിട്ട് കുമ്പിടാൻ പറ്റില്ല. നമ്മൾ കുമ്പിടുന്ന സമയത്ത് ചെറിയൊരു കനം അല്ലെങ്കിൽ ഒരു ചെറിയൊരു തരിപ്പ് പോലെ നമുക്ക് ആ ഒരു ഭാഗത്ത് ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. ഓവുലേഷൻ കഴിഞ്ഞിട്ട് വെരി നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു ലക്ഷണം കാണാനായിട്ട് സാധിക്കില്ല. എന്നാൽ പീരിയഡ്സ് മിസ്സാകുന്നതിന് മുൻപൊക്കെ നിങ്ങൾക്ക് ഇത്തരത്തിൽ വ്യത്യാസം കാണാം. പീരിയഡ്സ് മിസ്സായി കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ലോവർ അബ്ഡമൻ ഭാഗത്ത്, നമ്മുടെ അടിവയറിന്റെ ഭാഗത്താണ് നമ്മുടെ യൂട്രസ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ജസ്റ്റ് നമ്മൾ കുമ്പിടുമ്പോഴേക്കും ചെറിയൊരു തരിപ്പും ബുദ്ധിമുട്ടും ഒക്കെ വെരി സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധ്യതകൾ കൂടുതലാണ് കേട്ടോ.
രണ്ടാമതായിട്ടുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് കമിഴ്ന്ന് കിടക്കുന്ന ആളുകൾക്ക് കമിഴ്ന്ന് കിടക്കാൻ പറ്റാതെ വരിക. നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടി ഉണ്ടാകുന്ന സിറ്റുവേഷൻ ഒന്നും അല്ല കേട്ടോ. നമ്മൾ കമിഴ്ന്ന് കിടക്കുന്ന ആളുകൾ ഉണ്ടാവില്ല. നമ്മൾ വയറിൽ പ്രഷർ കൊടുത്തിട്ട് നമ്മുടെ നെഞ്ചിൽ പ്രഷർ കൊടുത്തിട്ടായിരിക്കും നമ്മൾ കിടക്കുന്നത്. എന്നാൽ ഒരു ഇംപ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോലും അറിയാതെ നമ്മൾ അങ്ങനെ കമിഴ്ന്നൊന്ന് കിടക്കുന്ന സമയത്ത് ഒരു കല്ലപ്പ് അവിടെ ഫീൽ ചെയ്യും. കാരണം അവിടെ ഒന്ന് എന്തോ ഉണ്ടല്ലോ എന്നുള്ളൊരു സെൻസേഷൻ നമുക്ക് വരും. സാധാരണ ഇപ്പൊ ഗ്യാസ് ഒക്കെ നമുക്ക് വന്ന് തിങ്ങി നിൽക്കില്ലേ, വയറിന്റെ ഭാഗത്തൊക്കെ ഗ്യാസ് കെട്ടിക്കിടക്കുന്ന സമയങ്ങളിൽ നമുക്ക് ആ ഒരു സെൻസേഷൻ ഉണ്ടാകും. വയറ് വല്ലാത്തൊരു കല്ലപ്പ് നമുക്ക് അനുഭവപ്പെടും. ഇതൊരു ഫീലിംഗ് തന്നെയായിരിക്കും ആ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കമിഴ്ന്ന് കിടക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്ന കേട്ടോ. ഒരു മരവിപ്പ് പോലുള്ള ഒരു അവസ്ഥ, അല്ലെങ്കിൽ കട്ടിയായിട്ട് എന്തോ അവിടെ ഒന്ന് കിടക്കുന്നത് പോലുള്ള ഒരു അവസ്ഥയായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക കേട്ടോ. മൂന്നാമതായിട്ടുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമുക്ക് ആ ഭാഗത്ത് ഞെക്കുമ്പോഴേക്കും കല്ലപ്പ് അനുഭവപ്പെടുക. ഞെക്കുമ്പോൾ കല്ലപ്പ് അനുഭവപ്പെടുക എന്ന് പറയുന്നത് നമ്മുടെ ലോവർ അബ്ഡമൻ ഭാഗം. നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കുന്നതിന്റെ വേദനയും അല്ലെങ്കിൽ ഒരു പ്രോസസ്സും ഒക്കെ ഉണ്ടാവുന്നത് ഏകദേശം ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 to 12 ഡേയ്സിനകത്താണ്. ഇംപ്ലാന്റേഷൻ നടക്കുന്നത് നമ്മുടെ അടിവയറിന്റെ ഭാഗത്ത്, ആ ഒരു യൂട്രസിന്റെ ക്യാവിറ്റിയിലോട്ട് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇംപ്ലാന്റേഷൻ നടക്കുന്നത് ഒന്നുകിൽ ലെഫ്റ്റ് സൈഡിലോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലോ ആയിരിക്കും. എൻഡോമെട്രിയൽ ലൈനിങ്ങിലായിരിക്കും ഇത് നടക്കുന്നത്. അങ്ങനെ നടക്കുന്ന ഭാഗത്ത് നടക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പ്രോസസ്സ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇംപ്ലാന്റേഷൻ സക്സസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പൊക്കിളിന് താഴെയുള്ള ഭാഗത്ത് ഒന്ന് നമ്മുടെ വിരലുകളെടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അകത്തേക്ക് നമ്മുടെ വയറൊന്നും ഉള്ളിലോട്ട് ചുരുങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ഡിഫിക്കൽട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതായത് അതിന് മുമ്പുള്ള സമയങ്ങളിൽ, അതായത് ഓവുലേഷൻ നടക്കുന്നതിന് മുൻപുള്ള സമയങ്ങളിലൊക്കെ നിങ്ങൾ ഞെക്കുമ്പോൾ ഈസി ആയിട്ട് അകത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ, പക്ഷേ നമുക്ക് ആ ഒരു പ്രഗ്നൻസി ആകുന്ന സമയത്ത് നമ്മൾ ഞെക്കുമ്പോഴേക്കും ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഫുൾ അകത്തേക്ക് പോകാത്തതുപോലെ നമുക്ക് തോന്നും. ഈ ഒരു കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യത്തെ ഡെലിവറി സി സെക്ഷൻ നടന്നവർക്ക് ഇതൊരിക്കലും സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം സി സെക്ഷൻ കഴിഞ്ഞവർക്ക് അവിടെ ഒരു സ്കാർ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എപ്പോൾ സി സെക്ഷൻ കഴിഞ്ഞവർക്ക് ആ ഒരു ഭാഗത്ത് നെക്കി നോക്കിയാലും അവിടെ നമുക്ക് കല്ലപ്പ് ഉണ്ടാവും. കാരണം നമുക്ക് അവിടെ സ്കാർ ഉണ്ടല്ലോ, നമുക്ക് അവിടെ മുറിവ് വരുത്തിയിട്ടാണ് കുഞ്ഞിനെ പുറത്തേക്ക് എടുത്തത്. സി സെക്ഷൻ കഴിഞ്ഞവർക്ക് ഒരിക്കലും സെക്കൻഡ് പ്രഗ്നൻസിയിൽ അത് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്നാൽ ഫസ്റ്റ് പ്രഗ്നൻസി ആയവർക്ക്, അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് പ്രഗ്നൻസി നോർമൽ കഴിഞ്ഞവർക്കൊക്കെ ഇത് എളുപ്പത്തിൽ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഈ 3 മാറ്റങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മളുടെ വയറിന്റെ ഭാഗത്ത് ആ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്കും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ശരീരം നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പീരിയഡ് ഡേറ്റിന്റെ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വരുന്ന ബ്ലീഡിങ്ങും നിങ്ങൾ ശ്രദ്ധിക്കാം. ഇനി ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു സംശയമാണ്, പ്രഗ്നൻസിയുടെ ഫസ്റ്റത്തെ ഒരു ട്രൈമസ്റ്റർ സമയം അല്ലെങ്കിൽ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയം കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം. നമുക്ക് ഏത് ഭക്ഷണവും കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. നമ്മൾ എന്ത് കഴിച്ചാലും അത് മിതമായിട്ടുള്ള അളവിൽ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഒരു ഭക്ഷണത്തിന് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ, കുഞ്ഞിന്റെ ഐസിന്റെ ഫോർമേഷന് അല്ലെങ്കിൽ കുഞ്ഞിന്റെ ബോണിന്റെ ഫോർമേഷന് അല്ലെങ്കിൽ കുഞ്ഞിന്റെ മറ്റുള്ള ഡെവലപ്മെന്റിനൊക്കെ ഏത് ഭക്ഷണം നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം നിങ്ങൾ ലിമിറ്റ് ചെയ്ത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അളവിൽ കൂടുതലായിട്ട് ഏതെങ്കിലും ഒരു ഭക്ഷണം നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ സൈഡ് എഫക്ട് നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. ഇപ്പോൾ നട്ട്സ്, പ്രഗ്നൻസി സമയത്ത് നട്ട്സ് കഴിക്കുന്നത് നല്ലതാണ്. എന്റെ ഒരു പ്രഗ്നൻസി സമയത്ത് എനിക്ക് വേറൊരു ഭക്ഷണവും കഴിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് കാഷ്യൂനട്ട് ഒക്കെ നല്ല ഫസ്റ്റ് ക്വാളിറ്റി കാഷ്യൂനട്ട് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോഴേക്കും ഓൾറെഡി കാഷ്യൂനട്ട് ഇഷ്ടമുള്ള ഒരാൾക്ക് അത് പിന്നെയും കിട്ടുമ്പോഴേക്കും നമുക്ക് കഴിക്കാനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലായിരിക്കുമല്ലോ. ശരിക്കും കാഷ്യൂനട്ട് ഒന്നും പ്രഗ്നൻസിയുടെ സമയത്ത് നമ്മൾ ഒരിക്കലും കൂടുതൽ കഴിക്കാനായിട്ട് പാടില്ല. വളരെ കുറച്ച് 4, 5 മാക്സിമം 10 നമ്മൾ കഴിക്കാനായിട്ട് പാടുള്ളൂ. പക്ഷെ ഞാൻ ഒറ്റ ഇരിപ്പിലിരുന്ന് ഒരുപാട് കഴിച്ചിട്ട് അങ്ങനെ എന്നെ കൊട്ടയാണ് ചെയ്യുന്നുണ്ട്. അതായത് വൊമിറ്റ് ചെയ്ത് കളയുമായിരുന്നു. നിങ്ങളപ്പോൾ എന്ത് കഴിക്കുന്നുണ്ടെങ്കിലും അത് ലിമിറ്റ് ചെയ്ത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ധാരാളം ഫ്രൂട്ട്സ് കഴിക്കുക, വെജിറ്റബിൾസ് കഴിക്കുക, നട്ട്സ്, വാൾനട്ട്, പിസ്ത, ബദാം, കാഷ്യൂ, ഇതെല്ലാം തന്നെ കുഞ്ഞിന്റെ ഫോർമേഷന് ഒരുപാട് ബെനിഫിറ്റ് കൊടുക്കുന്നവയാണ്. പിസ്തയൊക്കെ കുഞ്ഞിന് ഭയങ്കരമായിട്ട് ഗ്രോത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു നട്ട്സ് കാറ്റഗറിയിൽ പെടുന്നതാണ്. അതെല്ലാം നിങ്ങൾ കഴിക്കുക. അതുപോലെ വെള്ളം ധാരാളം കുടിക്കുക. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇംപ്ലാന്റേഷനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഔട്ട്സൈഡിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. ബേക്കറി ഐറ്റംസ്, അത് എന്തായിക്കോട്ടെ, എണ്ണയിലിട്ട് പൊരിച്ചതുമായിട്ടുള്ള വസ്തുക്കളൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇംപ്ലാന്റേഷനെ ഫുൾ ആയിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങളപ്പോൾ ശ്രദ്ധിക്കാം. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.